ഇന്നത്തെ രണ്ട് വായനകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു എൻസിക്ലിക്കൽ, ഒരു ചാക്രിയ ലേഖനം, ദിവസ് ഇൻ മിസെരിക്കോർഡിയ. അത് ആസ്പദമാക്കിയിരിക്കുന്നത് ലൂക്ക 15-ാം അധ്യായം 11 മുതലുള്ള വചനങ്ങളെ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ധൂർത്തപുത്രന്റെ ഉപമ ഇതിനെ ആസ്പദമാക്കിയാണ് അദ്ദേഹം ഈ ചാക്രിയ ലേഖനം എഴുതിയിരിക്കുന്നത്. 3 വ്യക്തികളെ നമ്മൾ ഇന്ന് കാണുകയുണ്ടായി, പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത്. ഒന്ന് ധൂർത്തപുത്രന്റെ പിതാവ്, രണ്ടാമത്തേത് ധൂർത്തപുത്രൻ, മൂന്നാമത്തെ വ്യക്തിയാണ് ധൂർത്തപുത്രന്റെ ജ്യേഷ്ഠൻ. 3 ഗണം ആളുകളെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്നാമത്തെ ഗണം നമുക്കറിയാം, ധൂർത്തപുത്രന്റെ പിതാവ് റെപ്രസെന്റ് ചെയ്യുന്നത്, പ്രതിനിധാനം ചെയ്യുന്നത് പിതാവായ ദൈവത്തെയാണ്. പിതാവായ ദൈവത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് നമുക്ക് ധൂർത്തപുത്രന്റെ പിതാവിനെ കാണാൻ പറ്റും. കരുണയിൽ, സ്നേഹത്തിൽ ധൂർത്തനായ ഒരു പിതാവ്. ഈ കാരുണ്യം നമുക്കൊക്കെ വേണമെങ്കിൽ പ്രാപിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ യേശു പഠിപ്പിച്ച ഒരു കാര്യമാണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിക്കും ഏറ്റവും വലിയ അർഹത ലഭിക്കും ദൈവകരുണയ്ക്ക്. അനുദപിച്ച് പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ബോധ്യപ്പെട്ട് അവിടുത്തെ പക്കലേക്കൊന്ന് തിരിഞ്ഞാൽ മാത്രം മതി. ഈ കരുണ അവർക്ക് ലഭിക്കും എന്നുള്ളത് യേശു തന്നെ വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. ധൂർത്തപുത്രന്റെ ജ്യേഷ്ഠൻ, ഇവർ രണ്ടുപേരും പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തികളെ ഒരുപക്ഷെ നമ്മുടെ കൂടെയുണ്ട്. ധൂർത്തപുത്രൻ നമുക്കറിയാം, തെറ്റുപറ്റി പക്ഷേ അനുദപിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിച്ച ഒരു വ്യക്തിയാണ്. അവന് സുബോധമുണ്ടായി. അതുകൊണ്ട് അവൻ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു വരുന്നത് നമ്മൾ കാണുന്നു. അവിടെ ചെന്നിട്ട് തൻ്റെ പാപം ഏറ്റുപറഞ്ഞ്, അവിടുത്തെ മകനായി ജീവിക്കാനുള്ള യോഗ്യത എനിക്കില്ല, അതുകൊണ്ട് ഒരു വേലക്കാരനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കണമേ. ഇതുപോലെ തെറ്റുപറ്റിയാൽ അത് അംഗീകരിച്ച് അനുദപിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ വരുന്നവരെ കാണാൻ പറ്റും. വേറെ ചിലരുണ്ട്, എത്ര തെറ്റുപറ്റിയാലും ഐ എം സോറി എന്ന് പറയാൻ അവർക്ക് പറ്റില്ല. അത് അഹങ്കാരത്തിൻ്റെ ഏറ്റവും വലിയ സൂചനയായിട്ടാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തെറ്റുപറ്റിയാൽ അത് അംഗീകരിച്ച് അനുദപിക്കാൻ സാധിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതാണ് ധൂർത്തപുത്രനിലൂടെ ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ലൂക്ക 15:7 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും. നമ്മൾ ശരിക്കും അനുദപിച്ചാൽ ദൈവകരുണയുടെ ലക്ഷ്യം പോലും ഈ അനുതാപമാണ് എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവകരുണയുടെ ലക്ഷ്യം നമ്മുടെ അനുതാപമാണ്. അനുദപിച്ചാൽ ഏത് പാപിക്കും ദൈവത്തിൻ്റെ കരുണയ്ക്കുള്ള യോഗ്യത ലഭിക്കുന്നു എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് പലരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു പാപം, ഒത്തിരി പേര് ഈ ഗണത്തിൽപ്പെടുന്നത് കാണാൻ പറ്റും. ധൂർത്തപുത്രന്റെ ജ്യേഷ്ഠന്റെ പാപം. പലർക്കും തോന്നിയേക്കാം, അവൻ അപ്പൻ്റെ അടുത്തുനിന്ന് വീട് വിട്ടു പോയില്ല, അവന് എങ്ങോട്ടെങ്കിലും ഇങ്ങനെ ഇറങ്ങി പോയ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഇനി അവൻ അപ്പൻ്റെ കൽപ്പനകളൊന്നും ലംഘിച്ചിട്ടില്ല. ഇതെല്ലാം നമ്മളിന്ന് വായിച്ചു കേട്ട കാര്യമാണ്. ഇത്ര അവസ്ഥയുണ്ടെങ്കിൽ ഒരുപാട് വ്യക്തികൾക്ക് ഇന്ന് ഈ ഒരു ചിന്ത വരും, എനിക്കെന്താ കുഴപ്പം, എന്നിലെവിടെയാ പാപം? കാരണം ഞാൻ അപ്പൻ്റെ ഭവനം വിട്ടു പോയിട്ടില്ല, ഞാൻ അപ്പൻ്റെ കൽപ്പനകളൊന്നും ലംഘിച്ചിട്ടില്ല, അപ്പം അതുകൊണ്ട് എനിക്കെന്ത് പാപം? ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. ഇങ്ങനെയുള്ള ചിന്താഗതിക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന, പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ധൂർത്തപുത്രന്റെ ജ്യേഷ്ഠ സഹോദരൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാൻ സാധിക്കും, വചന വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എനിക്ക് പാപമില്ലെന്ന്? 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 8-9 വചനങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് പാപമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ആത്മവഞ്ചന ചെയ്യുന്നവനായിട്ട് മാറും, എന്നിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ കാരുണ്യവാനും വിശ്വസ്തനുമാകിയാൽ
എല്ലാ പാപങ്ങളും ക്ഷമിച്ച് നമ്മളോട് കരുണ കാണിക്കും. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു ഏറ്റുപറച്ചിൽ, ഈ ഒരു അനുതാപം. റോമാലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ 10 മുതൽ 12 വരെ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആരും നീതിമാനായിട്ടില്ല, നമ്മളെല്ലാവരും ഒന്നടങ്കം പാപം ചെയ്തവരാണ്, തെറ്റുപറ്റിയവരാണ്. പറയുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എങ്കിൽ ആ കാരുണ്യം പ്രാപിച്ച് നമ്മിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് മറ്റുള്ളവരോട് കരുണ കാണിക്കുക, സഹജീവികളോട് കരുണ കാണിക്കുക. യാക്കോബ് 2:13 പറഞ്ഞിട്ടുണ്ട്, കാരുണ്യരഹിതമായി വിധിക്കുന്നവർക്ക് കാരുണ്യരഹിതമായ വിധി ഉണ്ടാവും. മത്തായിയുടെ സുവിശേഷം 18:33 വായിച്ചാൽ അവിടെ കർത്താവ് തന്നെ ചോദിച്ചൊരു കാര്യമാണ്, ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ സഹജീവികളോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 6:31 വായിച്ചാൽ അവിടെയും പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുവിൻ. പറയുണ്ട് ദൈവത്തിൻ്റെ കരുണയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കർത്താവ് പറയാണ്, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന വ്യക്തികളായിട്ട് നിങ്ങൾ മാറണം. ഈ ഒരു കാര്യത്തിലാണ് ധൂർത്തപുത്രന്റെ ജ്യേഷ്ഠൻ പരാജയപ്പെട്ടത്. ധൂർത്തപുത്രൻ തൻ്റെ സഹോദരൻ തിരിച്ചു വന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ കോപിതനായി. സന്തോഷിക്കല്ല ചെയ്തത്, അവനെ നയിച്ചത് കോപത്തിലേക്കാണ്. എന്നിട്ട് അവൻ ഒരുപാട് ന്യായീകരണങ്ങളൊക്കെ അവിടെ പറയുന്നത് കാണാൻ പറ്റും. ഒരുപാട് പരാതി പരിഭവങ്ങൾ അവിടെ പറയുന്നത് കാണാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിൽ, ഒരു വ്യക്തിയുടെ രക്ഷയിൽ സന്തോഷിക്കാൻ പറ്റാതെ പോയൊരു വ്യക്തിയാണ് ധൂർത്തപുത്രന്റെ ജ്യേഷ്ഠൻ. ഈ രീതിയിൽ ചിന്തിച്ചാൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പാപം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചെന്ന് വരും. ഇത് നമ്മളൊക്കെ ഏറ്റുപറയേണ്ട ഒരു പാപമാണ്. ഫുൾട്ടൻ ഷീൻ, നല്ല ലോകപ്രശസ്തനായ ഒരു വ്യക്തി, നല്ല വിശുദ്ധ ജീവിതം നയിച്ച ഒരു വ്യക്തി, അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, എന്നെ മരണാനന്തരം അതിശയിപ്പിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്വർഗത്തിൽ കാണുമെന്ന് ഞാൻ വിചാരിച്ച പലരും അവിടെ ഇല്ല. അവരെ റെപ്രസെന്റ് ചെയ്യുന്നവനാണ് ധൂർത്തപുത്രന്റെ ജ്യേഷ്ഠൻ. രണ്ടാമത്തെ കാര്യം, സ്വർഗത്തിൽ കാണില്ലെന്ന് ഞാൻ വിചാരിച്ച പലരും അവിടെ എത്തിയിരിക്കുന്നു. അവരെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ് ധൂർത്തപുത്രൻ. മൂന്നാമതൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിൻ്റെ അനന്ത കാരുണ്യം കൊണ്ട് ഞാൻ സ്വർഗത്തിലെത്തി. നമ്മുടെ പ്രവൃത്തിയുടെ ഫലം എന്നതിനേക്കാൾ ദൈവത്തിൻ്റെ അനന്ത കാരുണ്യം. അതുകൊണ്ടാണ് ഈ ടോപ്പിക്കിന് ഒരുപാട് പ്രാധാന്യമുള്ളത്. ഇത് നമ്മൾ ധ്യാനിച്ച് ദൈവകരുണയുടെ അഭിഷേകം നമ്മൾ പ്രാപിക്കേണ്ടത്. മാത്രമല്ല, ഇതിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് കരുണ ലഭിക്കും. അതുപോലെ നമ്മളിലൂടെ ലോകം മുഴുവനിലേക്കും ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മിലെ പാപം തിരിച്ചറിഞ്ഞ് അത് അംഗീകരിച്ച് അനുദപിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ഗണത്തിൽപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. മറ്റുള്ളവരുടെ പാപം കണ്ടെത്തി അത് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാപം തിരിച്ചറിഞ്ഞ് അനുദപിച്ചാൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മൾ യോഗ്യരാകും. ഈ ഒരു കാഴ്ചപ്പാടിൽ മുമ്പോട്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.